ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി വളരെ നാടനും വളരെ സിമ്പിളായിട്ടൊരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണോ ഞാൻ വന്നിരിക്കുന്നത്. ഒരുപാട് പേർക്കൊക്കെ അവിയൽ ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ ഈ അവിയലിൻ്റെ റെസിപ്പി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. അമ്മ വീട്ടിൽ എങ്ങനെയാണോ അവിയൽ ഉണ്ടാക്കുന്നത് അതേ റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ അവിയൽ ഞാൻ സെർവ് ചെയ്തിരുന്നത് നല്ല നാടൻ തേങ്ങയൊക്കെ ചേർത്ത പൊടിയരി കഞ്ഞിയോടൊത്താണ്. കുറച്ച് അച്ചാറും പൊടിയരി കഞ്ഞി ആയിട്ടാണ് ഞാൻ ഈ അവിയൽ സെർവ് ചെയ്തിരുന്നത്. 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിയും അവിയലും എനിക്ക് ഭയങ്കര ഫേവറേറ്റായൊരു കോംബോയാണ്. അപ്പം നിങ്ങളിൽ എത്ര പേര് അവിയലും കഞ്ഞിയും കഴിക്കുമെന്നുള്ളത് എനിക്കറിയില്ല. ഒരുപാട് പേർക്ക് പയറ് തോരനൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയൂ കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അവിയൽ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ പച്ചക്കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പടവലങ്ങയാണ്, നീളത്തിൽ അരിഞ്ഞിട്ടെടുത്തിരിക്കുന്ന പടവലങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് വെള്ളരിക്കയാണ്, നീളത്തിൽ തൊടിയൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് മത്തങ്ങയാണ് കേട്ടോ. മത്തങ്ങ വളരെ കുറച്ച് പീസേ എടുത്തിട്ടുള്ളൂ. പിന്നെ എടുത്തിരിക്കുന്ന ക്യാരറ്റാണ്, അതും വളരെ കുറച്ച് 1-2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് അമരയ്ക്കയാണ് കേട്ടോ, ചീനി അമരയ്ക്ക. നമുക്ക് അല്ലെങ്കിൽ നീളത്തിലുള്ള പയറെടുക്കാം. പിന്നെ ചേമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ, ചേമ്പ് കുറച്ച് പാൽ ചേമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ചേന. ഇത്രയും വെജിറ്റബിൾസ് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇങ്ങനെ നീളത്തിൽ തന്നെ അവിയലിനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടി എടുത്തിട്ടുണ്ട്. 1-2 വെജിറ്റബിൾസും കൂടിയാണ് എടുത്തിരിക്കുന്നത്. വഴുതളങ്ങയും നമ്മുടെ കായുമാണ്. അത് മുറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറുത്ത് പോകും. അതുകൊണ്ട് വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ്. നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു കൽച്ചട്ടി അല്ലെങ്കിൽ നമ്മുടെ മൺചട്ടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അത് നാടൻ രുചി കിട്ടാനൊക്കെ സഹായിക്കും. ഞാനിപ്പോൾ അത് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഫ്ലെയിം ഒന്നും കത്തിച്ചു കൊടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറിയെല്ലാം നമ്മുടെ ചട്ടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വീട്ടിൽ ചട്ടി ഉണ്ടെങ്കിൽ ചട്ടി തന്നെ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ കൽച്ചട്ടി ആയാലും മതി കേട്ടോ. എന്നിട്ട് പച്ചക്കറികളെല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പച്ചക്കറികളെല്ലാം ഞാൻ ചട്ടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വരാൻ ആവശ്യമായ കുറച്ച് ഉപ്പ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടീസ്പൂൺ തൈരാണ് കേട്ടോ. എൻ്റെ അമ്മ വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ അവിയലിങ്ങനെ തൈര് ചേർത്ത് കൊടുക്കും. അത് പച്ചക്കറിയിൽ നന്നായിട്ട് പുളിയൊക്കെ പിടിച്ചു വരാനെന്നാണ് അമ്മ പറയാറുള്ളത്. എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 പച്ചമുളകും കൂടെ നടുക്കുന്ന പിളർന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പച്ചക്കറിയെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും കൈ വെച്ച് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. നമ്മുടെ കൈയൊക്കെ നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 കപ്പ് വെള്ളം കൂടിയാണ്. ഒരുപാട് ഓവറായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കല്. 1/2 കപ്പ് വെള്ളം ധാരാളമാണ് കേട്ടോ. വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഞാൻ ഗ്യാസ് ഫ്ലെയിം ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് പച്ചക്കറിയൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഗ്യാസ് ഫ്ലെയിം കത്തിച്ചിട്ട് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് തന്നെയാണ്, ഒന്ന് ബോയിൽ ചെയ്ത് വരുന്നവരെ ഞാനൊന്ന് കൂട്ടി തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഈ സമയം ഞാൻ പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു 1/2 കപ്പ് പൊടിയരി നല്ല പോലെ കഴുകി വൃത്തിയാക്കി കുക്കറിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കൈപ്പിടി നിറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുത്തു. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 വറ്റൽമുളകാണ്. ചെറിയുള്ളി എത്ര ചേർത്താലും ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചേർത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ വളരെ കുറച്ച് ജീരകവും 1 പിഞ്ച് ഉലുവയും ചേർത്ത് കൊടുത്തു. പിന്നെ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ച് സ്റ്റീം വരുന്നവരേക്കും നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കണ്ട. അതിനുശേഷം സ്റ്റീം വന്നതിന് ശേഷം നമുക്ക് വെയിറ്റ് ഇടാം കേട്ടോ. ഈ സമയത്ത് അവിയലിൻ്റെ പച്ചക്കറിയൊക്കെ നല്ല പോലെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അവിയലിൻ്റെ പച്ചക്കറിയും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് അവിയലിന് വേണ്ടിയിട്ടുള്ള കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സറിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 മുറി തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു തേങ്ങയുടെ 1/2 മുറി തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അവിയലിൽ പൊതുവേ 5 പച്ചമുളക് ചേർക്കാറുണ്ട്. ആദ്യം 2 ചേർത്ത് കൊടുത്തു. ഇപ്പോൾ 3 അരയ്ക്കാൻ കൂടി വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും ഒരു 10-12 പീസ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. വലിയ ചെറിയുള്ളിയാണെങ്കിൽ 5 പീസ് എടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്തിട്ട് ഞാൻ മിക്സറിൻ്റെ ജാറിൽ നല്ല പോലെ ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് കേട്ടോ. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ തേങ്ങയിൽ അത്യാവശ്യം നല്ല പാലൊക്കെയുള്ള തേങ്ങ ആയതുകൊണ്ട് തന്നെ നന്നായി
നന്നായിട്ട് ഒതുക്കിയെടുക്കാൻ പറ്റി. ഒരു 3-4 കതിര് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് ചതച്ചെടുത്തു. കുക്കറിൽ സ്റ്റീമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ വെയിറ്റൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ അവിയലും ഒന്ന് കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. അവിയലിൻ്റെ പച്ചക്കറിയൊക്കെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട കേട്ടോ. അത്യാവശ്യം ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഇനി പറ്റിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തന്നെ അവിയലിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞു വരണവരേക്കും നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ പച്ചക്കറിയിൽ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നടുക്കൊരു വെല്ല് പോലെ ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് ഞാൻ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടൊക്കെ അതിലോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് 2-3 ടീസ്പൂൺ വെള്ളവും കൂടെ മിക്സറിൻ്റെ ജാറ് വാഷ് ഔട്ട് ചെയ്ത് അതും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ തത്തിപ്പുത്തി വെച്ച് അവിയലൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓപ്പൺ പാനിൽ തന്നെയാണ്, ഇനി അടച്ചൊന്നും വെച്ച് കൊടുക്കത്തില്ല. ഇപ്പോൾ ഇങ്ങനെ ചെറിയൊരു ഫ്ലെയിമിലിട്ട് നമ്മുടെ പച്ചക്കറിയുടെ അകത്തിരിക്കുന്ന കൂട്ടൊക്കെ നല്ല പോലെ പച്ചമണമൊക്കെ മാറി വെന്ത് വരുന്നത് വരേക്കും ഒന്ന് കുക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ അവിയലിൽ ഉപ്പൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് കുറവായിട്ട് തന്നെ തോന്നി. ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ് കേട്ടോ. ഒരു 3 ടീസ്പൂൺ തൈര് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മളൊരു 3 ടീസ്പൂൺ തൈര് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൈരും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഫൈനലി നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാനുള്ളത് കറിവേപ്പിലയാണ്. നല്ല പച്ച കറിവേപ്പില ഒരു 3-4 തണ്ട് കറിവേപ്പില ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തു. ഇതാണ് അവിയലിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ, വെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലയും. എന്നിട്ട് നല്ല പോലെ ഒന്ന് അടച്ച് വെക്കുകയാണ്. ഗ്യാസ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ കഞ്ഞിയും അതുപോലെ തന്നെ ഈ അവിയലും ഒരു സൂപ്പർ കോംബോയാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതെങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു, ബൈ.